ഞങ്ങളും നിൻ വഴി ജീവിത ക്രൂശും താങ്ങി വന്നണഞ്ഞിടുവാനാ എന്നെന്നും പ്രാർത്ഥിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ തന്നെ അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകളും യാചനകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. യുവജന സുഹൃത്തും മധ്യസ്ഥനുമായി കാർലോസ് അക്വിറ്റസിനെ വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തിയ അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തപ്പെട്ട കാർലോയെ പോലെ ഞങ്ങളും ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കാരുണ്യവാനും ആശ്വാസദായകനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ആധുനിക കാലത്തിൻ്റെ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകമെങ്ങും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രചരിപ്പിച്ച കാർലോയെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥനുമായി നൽകിയല്ലോ. കാലത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ദൈവരാജ്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അരുൾ ചെയ്ത ഈശോയെ, ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനും വിശുദ്ധിയുടെ പരിമളം ലോകമെങ്ങും പ്രസരിപ്പിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായി ശാരീരികാസ്വാസ്ഥ്യം അനുഭവിക്കുന്നവരെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വേദനകളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് നൽകിയ രക്ഷ സ്വന്തമാക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. ശാരീരിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കാർലോ ഉപയോഗിച്ച വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന നമുക്കിപ്പോൾ ഏറ്റുചൊല്ലാം. മുഖ്യദൂതനായ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ.
ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാചൊരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തെ തള്ളി താഴ്ത്തണമേ. അവൻ ഇനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. വിനയത്തിന്റെ മാതൃക നൽകി കാലിത്തൊഴുത്തിൽ പിറന്ന ഈശോയെ, അങ്ങേ അനുകരിച്ച വിനയത്തിലും ദൈവഭക്തിയിലും സമാധാനവും ശാന്തപൂർണവുമായ ജീവിതം നയിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഈ സൈബർ യുഗത്തിൽ കാർലോയെ പോലെ അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളും താലന്തുകളും ദൈവരാജ്യത്തിനായി സന്തോഷപൂർവ്വം സമർപ്പിക്കാൻ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവും ഉയരും പകരും മൊഴികൾ മോദാൻ. ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6 1 മുതലുള്ള തിരുവചനങ്ങൾ. യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയി. വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. പീലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെയെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലി അപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാഴ്ത്തപ്പെട്ട കാർലോസ് അക്വിറ്റസിൻ്റെ നൊവേന ചൊല്ലി മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗത്തെപ്പറ്റി ധ്യാനിക്കാൻ തിരുവചനം നമ്മളെ പ്രത്യേകമായിട്ട് ഇന്ന് ക്ഷണിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഈശോയുടെ പഠിപ്പിക്കലാണ്. ഈ വചനം ആരംഭിക്കുന്നത് തന്നെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടതുപോലെ അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈശോ വിരൽ ചൂണ്ടിയത് വിശുദ്ധ കുർബാനയിലേക്കാണെങ്കിലും അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച സമൂഹത്തിന് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് തിരുവചനത്തിൻ്റെ അവസാനം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാണും, അവർ ബലമായി അവനെ പിടിച്ചുകൊണ്ടുപോയി രാജാവാക്കാൻ ശ്രമിച്ചു എന്നാണ് നമ്മൾ കാണുക. യേശു മലമുകളിലേക്ക് പിന്മാറി എന്ന് പറഞ്ഞുകൊണ്ട് വചനം അവസാനിക്കുകയാണ്. വിശുദ്ധ കുർബാനയെ പറ്റി പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും ഈശോ ആഗ്രഹിക്കുമ്പോഴും ഈശോ യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാക്കാനും യേശുവിൻ്റെ രാജത്വം എന്താണെന്ന് മനസ്സിലാക്കാനും ജനം പരാജയപ്പെടുമ്പോൾ ഈശോ പിന്മാറുകയാണ്. ഈ പിന്മാറുന്ന ഈശോ വീണ്ടും മടങ്ങി വന്നിട്ടാണ് പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള വ്യക്തമായ ശക്തമായ പഠനം കൊടുക്കുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തിരുവചനത്തിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. യേശുവിൻ്റെ രാജത്വം വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈശോ വിശുദ്ധ കുർബാനയെ പറ്റി പഠിപ്പിച്ചത്. യേശു രാജാവാകുന്നത് സ്വയം കൊടുത്തുകൊണ്ടാണെന്നും തന്നെ തന്നെ വ്യയം ചെയ്തുകൊണ്ടാണെന്നും ഈശോ പറയുന്നുണ്ട്. വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. തൻ്റെ ശരീരവും രക്തവും പ്രാണനും തനിക്കുള്ളതെല്ലാം കൊടുത്തുകൊണ്ട് കുർബാനയായി മാറിക്കൊണ്ടാണ് ഈശോ യഥാർത്ഥത്തിൽ രാജാവായത്. ജനം ഉദ്ദേശിച്ചതുപോലുള്ള ഒരു രാജാവായിരുന്നില്ല യേശു. അതുകൊണ്ടാണ് ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വന്തം ജീവൻ നൽകാനുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാഴ്ത്തപ്പെട്ട കാർലോസ് അക്യൂറ്റസിനെ പറ്റി ധ്യാനിക്കുകയും മധ്യസ്ഥം തേടുകയും ചെയ്യുന്ന ഈ നാളുകളിൽ കാർലോസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതുതന്നെയാണ്. യേശുവിൻ്റെ മഹത്വത്തിലേക്ക്, രാജകീയ മഹത്വത്തിലേക്ക്, സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, വിശുദ്ധനാവണമെങ്കിൽ വ്യയം ചെയ്തേ സാധിക്കുകയുള്ളൂ. തന്നെ തന്നെ കൊടുക്കാതെ, തന്നെ തന്നെ ശൂന്യമാക്കാതെ, തനിക്കുള്ളതെല്ലാം കൊടുക്കാതെ ആർക്കും അവൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. നമുക്കറിയാം, അക്യൂറ്റസിൻ്റെ ജീവിതത്തിൽ വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചുരുങ്ങിയ കാലം മാത്രം ജീവിച്ച ഒരു യുവാവ്. അവൻ്റെ ജീവിതത്തിന് കിട്ടിയ കുറഞ്ഞ സമയം മുഴുവൻ പൂർണ്ണമായും വ്യയം ചെയ്തു എന്നുള്ളതാണ് അക്യൂറ്റസിൻ്റെ വിശുദ്ധിയിലേക്കുള്ള പ്രയാണത്തെ ത്വരിതപ്പെടുത്തിയത്. നമുക്ക് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം. നമ്മുടെ സമയം നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? നമ്മുടെ സമയത്തിൻ്റെ ഓരോ അണുവും ഒരണു പോലും നഷ്ടപ്പെടുത്താതെ ഈശോയെ പങ്കുവെച്ചു കൊടുക്കാൻ, ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കാൻ, ദിവികാരുണ്യ സ്നേഹത്തെ പങ്കുവെച്ചു കൊടുക്കാൻ ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഈ നൊവേനകൾ ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ആത്മശോധന ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന സമയം അതിൻ്റെ പൂർണ്ണതയിൽ വ്യയം ചെയ്തുകൊണ്ട് കുർബാനയായി മാറാനും ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള നമ്മുടെ യാത്രയെ മനോഹരമാക്കി മാറ്റാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രാർത്ഥനകളിൽ പങ്കുചേരാം. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന ഈശോയെ ധ്യാനിച്ചുകൊണ്ട്, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. കാണാതായ ആടിനെ തേടിയിറങ്ങിയ നല്ലവനായ ഈശോയെ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാകുവാൻ ഞങ്ങളെ വിളിച്ച ഈശോയെ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ആഹ്വാനം ചെയ്ത ഈശോയെ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. സുവിശേഷത്തിലെ ഈശോയെ അനുകരിച്ച് ഞങ്ങളും വിശുദ്ധി പ്രാപിക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. സുവിശേഷ തീഷ്ണതയാൽ ഞങ്ങളുടെ യുവജനങ്ങൾ നിറയുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ ശരിയായ ജീവിതാന്തസ്സുകൾ തിരഞ്ഞെടുക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങളിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവിത സാഹചര്യങ്ങളിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തങ്ങളുടെ കഴിവുകൾ സുവിശേഷത്തിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ ശാരീരികവും ആധ്യാത്മികവുമായ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തെറ്റായ ബന്ധങ്ങളിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തെറ്റായ പ്രബോധനങ്ങളിൽ നിന്നും പരിശീലനങ്ങളിൽ നിന്നും, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ക്രോധം, ദേഷ്യം മുതലായ അശുദ്ധികളിൽ നിന്നും, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ ലോകത്തിൽ ഇപ്പോൾ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ ബലികളോടും ചേർത്ത് കർത്താവിൻ്റെ കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ കുർബാനകളോടും ചേർത്ത് ഇപ്പോൾ മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടാനിരിക്കുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ലോകരക്ഷകനായ ഈശോയെ, വാഴ്ത്തപ്പെട്ട കാർലോയെ ഞങ്ങൾക്ക് മാതൃകയും തുണയുമായി നൽകിയല്ലോ. ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുകയും അവനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും രക്ഷാകരമാക്കിയ അങ്ങയുടെ ദാസനെ അനുകരിച്ച് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാകുവാനുമുള്ള ഞങ്ങളുടെ വിളിയോട് പൂർണ്ണമായി വിധേയപ്പെടാനും അനേകരെ രക്ഷയിലേക്ക് നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ.
ജപം. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ നമുക്ക് ഏറ്റുചൊല്ലാം. സൈബർ അപ്പസ്തോലനായ കാർലോയെ ഈശോയെ നൽകിയ താലന്തുകളെ ചെറുപ്രായത്തിൽ തന്നെ വർദ്ധിപ്പിക്കുകയും ദിവികാരുടെ ഭക്തിയിലും മാതൃഭക്തിയിലും അടിയുറച്ച് ജീവിക്കുകയും ചെയ്ത അങ്ങ് സൈബർ ലോകത്തിൽ ഞങ്ങളുടെ മധ്യസ്ഥനും തുണയുമാകണമേ. സമൂഹ മാധ്യമങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും മാധ്യമ മേഖലയിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുവാനും സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ അവയെ ഉപയോഗിക്കാനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായി തിരുസഭയെയും സഭാ ശുശ്രൂഷകളെയും വേട്ടയാടുന്ന എല്ലാ മാധ്യമങ്ങളിൽ നിന്നും വിവേകപൂർവ്വം അകന്നു നിൽക്കുവാനും ഇരുളടഞ്ഞ മാധ്യമവേദിയിൽ സത്യത്തിന്റെ പ്രകാശമായി കത്തിജ്വലിക്കുവാനും ഞങ്ങളുടെ യുവജനങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ തെറ്റായ സ്നേഹബന്ധങ്ങളിൽ നിന്നും ജഡികാഭിലാഷങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്തിരിയുവാൻ വേണ്ട കൃപയ്ക്കായി അങ്ങ് ഈശോയുടെ മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ വസിക്കുന്ന ആലയമായ ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലവും വിശുദ്ധവുമായി കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പാവങ്ങളോടും അനാഥരോടും അനുകമ്പ കാട്ടുവാനും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതി ബഹുമാനിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായി തിരുസഭയുടെ എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ അധികമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത കാർലോയെ സഭയുടെ എല്ലാ നവമാധ്യമ പ്രവർത്തനങ്ങൾക്കും മാധ്യസ്ഥമേകണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനകളിൽ മേലും അങ്ങേ ശക്തമായ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. 21-ാം നൂറ്റാണ്ടിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ദിവികാരുടെ ഭക്തി അനേകരിലേക്ക് എത്തിച്ച കാർലോയെ ഞങ്ങളും അങ്ങേ മാതൃക അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, ലോകമാസകലമുള്ള യുവജനങ്ങളെ അങ്ങേ പരിപാലനയ്ക്കായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങളിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാനും വിവാഹ തടസ്സങ്ങൾ മാറുവാനും തങ്ങളുടെ ജീവിതാന്തസ്സിൽ വിശ്വസ്തരായിരിക്കാനും അങ്ങ് അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിരവധിയായ കഴിവുകളും താലന്തുകളും വിശുദ്ധമായി കണ്ടവയെ വർദ്ധിപ്പിക്കുവാനും കൃപയരുളണമേ. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാനും നവസുവിശേഷവൽക്കരണത്തിൻ്റെ വക്താക്കളാകുവാനും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ജീവിതയാത്രയിൽ കാർലോയുടെ മധ്യസ്ഥം ഞങ്ങൾക്ക് അഭയവും തുണയുമാകട്ടെ. പ്രത്യേകമായി ഈ നൊവേനയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ദയാപൂർവം സ്വീകരിക്കണമേ. ലോകയാത്രയിൽ വിശുദ്ധിയിൽ ആഴപ്പെടാനും ജീവിതവിശുദ്ധിയും ആത്മനിയന്ത്രണവും വഴി അങ്ങ് പകർന്നു തന്ന നിത്യരക്ഷ സ്വന്തമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവികാരുണ്യനാഥനായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രതിസന്ധികളിലും വേദനകളിലും നമ്മുടെ അഭയവും തുണയുമാകട്ടെ. പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും മാലാഖമാരുടെയും പ്രാർത്ഥനകൾ നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വാഴ്ത്തപ്പെട്ട കാർലോയേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വാഴ്ത്തപ്പെട്ട കാർലോയേ,
പ്രാർത്ഥിക്കണമേ.